ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയായ നല്ല എളുപ്പത്തിന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലൊരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു സംഭവമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നുമാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ. ഇത് ചേർക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബട്ടർ ചേർക്കുന്നിടം തൊട്ട് ഇതിൻ്റെ പ്രൊസീജിയർ തീരുന്ന സമയം വരെയും നമ്മൾ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റൂഹഫ്സയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും റോസ് എസൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഒരു 4 ടീസ്പൂണാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. റൂഹഫ്സ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ഒരു സ്വീറ്റിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് റൂഹഫ്സ തന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈവനായിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മളിത് ഒന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് പാനിൽ നിന്നൊക്കെ വിട്ട് വരും. ആ ഒരു സമയത്ത് വേണം ഇത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ആദ്യമൊക്കെ അവർക്കിഷ്ടമുള്ള ഷേപ്പ് ആക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് എന്തൊക്കെയോ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അതെല്ലാം എന്തായാലും അവിടെ വെച്ചിട്ട് പിന്നെ കോട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കോട്ട് ചെയ്തൊക്കെ വെച്ച് തരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലൊന്ന് ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി അവർ ചെയ്ത് തന്നോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്നും നമുക്കിതുപോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്നതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഒരു ചെറിയ പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ട് പറയുക. ഇൻഷാ അല്ലാ നാളെ നല്ല ഒരു വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.